ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെയും പോലെ പാചകമാണ് ഇന്നും കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ലഞ്ചാണ് കേട്ടോ. ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു നാടൻ ലഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കുക്കർ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കാപ്പി ദോശയായിരുന്നു. ദോശയ്ക്ക് കറിയായിട്ട് ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ് കേട്ടോ. നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്ന മുട്ടയുണ്ടല്ലോ, പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള മുട്ടയാണ്, പുഴുങ്ങി വെക്കുന്ന മുട്ടയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇഞ്ചിയൊക്കെ കൊത്തി അരിഞ്ഞിട്ടിട്ട് കടുക് താളിച്ച് നമ്മളിതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മുട്ടക്കറി. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഇതിന് മുന്നേ ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി ഒരു കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഇതേ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലൊരു ചെറിയ തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ഞാൻ കുക്കറിലാണ് കേട്ടോ എല്ലാം വെക്കുന്നത്. എല്ലാം എന്ന് വെച്ചാൽ ഉള്ളിക്കറിയൊക്കെ കുക്കറിൽ വെക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയത്തുള്ളൂ. ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് നല്ല കുഴഞ്ഞ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് പൊടികളിട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ലേശം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ മസാല ഇടണം എന്നുള്ളവർക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലർ മുട്ടക്കറി വെക്കുന്നെങ്കിൽ മുട്ട മസാല തന്നെ പ്രത്യേകിച്ച് കിട്ടും, അതിടാറുണ്ട്. എങ്കിൽ ഈ മുളക് പൊടി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആ ഒരു മുട്ട മസാലയും മാത്രം ചേർത്താൽ മതി കേട്ടോ. ഗരം മസാലപ്പൊടി പോലും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിക്കരുത്, ഒന്നിലും പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇനി മിക്സാക്കി കൊടുക്കുക. ഇനി അങ്ങ് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു വിസിലൊക്കെ അടിച്ച് ഇങ്ങ് എടുത്താൽ മതി. ഒരു വിസിൽ മതി കേട്ടോ. അടിക്കുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് വറ്റി നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോഴത്തേക്ക് ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ച് വലിയൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 മുട്ടയുടെ കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് മുട്ട വേണ്ട, അതുകൊണ്ട് ഞാൻ മുട്ട എടുക്കുന്നില്ല. 3 മുട്ട എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മഞ്ഞ പൊട്ടാതെ വേണം എടുക്കാനായിട്ട്. ഞാൻ തോട് പൊട്ടിച്ചപ്പോഴത്തേക്കും മഞ്ഞയും കൂടെ പൊട്ടിപ്പോയി. അപ്പോൾ ഇതങ്ങ് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുമെന്നറിയാമോ, നന്നായിട്ട് ഈ മുട്ട നമ്മൾ ഒഴിച്ചതുപോലെ തന്നെ അതങ്ങ് സെറ്റായിട്ടിരിക്കും. ഇവിടെ പറ്റി എന്തോന്നറിയാമോ, അനിയത്തി വന്ന് 2 ഇളക്കം അങ്ങോട്ട് ഇളക്കിയത് കൊണ്ടാണ് ഈ ഒരു കോലം ആയിപ്പോയത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ മുട്ട ഒഴിക്കുന്നത് അതുപോലെ അതിൽ കിടന്നിട്ട് ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി, അത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. ആ മുട്ട എങ്ങനെയാണോ നമ്മൾ ഒഴിച്ച് കൊടുത്തത് അതുപോലെ തന്നെ വെന്ത് കിട്ടിക്കോളും. ലാസ്റ്റ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ റെഡിയാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ കറി മാറ്റാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അങ്ങനെ രാവിലത്തെ കാപ്പിയുടെയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ചക്കലത്തേക്കുള്ള കറികൾ വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെക്കുന്നത് ഏകദേശം 1 വർഷം അടുപ്പിച്ചായി നമ്മൾ മാങ്ങ കറി വെച്ചിട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ മാങ്ങ ഉണ്ടായ സമയത്ത് വെച്ചതാണ് കേട്ടോ. അതുപോലെ ഞാൻ മാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. പച്ചടിയല്ല കേട്ടോ, മാങ്ങാക്കറി, തൈര് ഒഴിക്കാതെയുള്ള മാങ്ങാക്കറി. പിന്നെ മാങ്ങ അതിലേക്ക് ആവശ്യത്തിന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. തോല് കളഞ്ഞിട്ടില്ല കേട്ടോ. തോലോട് കൂടി തന്നെ മാങ്ങ അരിഞ്ഞ് ലേശം ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ചട്ടിയിലോട്ട് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയപ്പോൾ അവിടെ ഇരുന്നത് വേവട്ടെ. ഈ ടൈം കൊണ്ട് കുറച്ച് വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പച്ച വഴുതനങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാനൊന്ന് മെഴുക്കുരട്ടി ആക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ മെഴുക്കുരട്ടി ആട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ അതേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സവോള കൊത്തി അരിഞ്ഞതും വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴന്നതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത് 3 പൊടികളും ഇട്ട് കൊടുത്ത് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിലേക്ക് ലേശം കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വഴുതനങ്ങ മറ്റേ നമ്മൾ സാധാരണ പച്ചക്കറി കിട്ടുന്ന വഴുതനങ്ങ അത്ര ടേസ്റ്റി അല്ല കേട്ടോ. ഇതുപോലെ പച്ച വഴുതനങ്ങ നല്ലത്. നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് കിട്ടുന്നത് പച്ച വഴുതനങ്ങയാണ്. ബജ്ജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വഴുതനങ്ങ. അപ്പോൾ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഒരുപാടങ്ങ് കനത്തിലല്ല, ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മസാലയായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ അങ്ങ് മൂടി വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ആ ഒഴിച്ച എണ്ണ തന്നെ തെളിഞ്ഞ് വന്നോളും. നന്നായിട്ട് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടി കേട്ടോ.
പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള, ലഞ്ചിന് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണേ. പിന്നെ അതേ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ടങ്ങ് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാനിതിലേക്ക് അരപ്പൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തേങ്ങയിൽ എന്തൊക്കെയാണ് ഇട്ടതെന്നുള്ളത് കാണിക്കാൻ പറ്റിയില്ല, വീഡിയോ എടുത്തില്ല. ജീരകം, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പച്ചമുളക് കേട്ടോ. ഒരു പച്ചമുളക് മുഴുവനായിട്ടിട്ടില്ല, ഞാൻ പൊട്ടിച്ചാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇത്രയും ഇട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ച് നമ്മുടെ ആ മാങ്ങയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ആ മാങ്ങ നിർത്തി വെക്കാം. ഒരുപാടങ്ങ് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞതുപോലെ കിടക്കും, കൊള്ളത്തില്ല. ഒന്ന് തിള വരുന്ന സമയത്ത് ഒന്ന് പതഞ്ഞ് വരത്തില്ലേ, പതഞ്ഞ് വരുന്ന സമയത്ത് തീ ഓഫാക്കണം. പിന്നെ നമ്മളതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടിയൊക്കെ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇടുന്നുണ്ട്. പിന്നെ ഉലുവ വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഉലുവ ഇടുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക മണമാണ്, അതുകൊണ്ടാണ് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ കുഞ്ഞുള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ മാങ്ങാക്കറിയിലിട്ട് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിക്കാതെയുള്ള മാങ്ങാക്കറിയാണ് കേട്ടോ. തൈര് ഒഴിക്കുന്നത് പച്ചടി എന്നാണ് ഞങ്ങൾ പറയുന്നത്, മാങ്ങാ പച്ചടി. ഇത് മാങ്ങാക്കറിയാണ്. ഇനിയുള്ളത് അങ്കമാലി മാങ്ങാക്കറിയാണ് കേട്ടോ. അത് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുള്ളെങ്കിലും അടിപൊളി ടേസ്റ്റാണ് അങ്കമാലി മാങ്ങാക്കറി. അത് പിന്നെ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവിടെ കഴിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് അത് അധികം കാണിക്കാത്തത് കേട്ടോ. ഇതിപ്പോൾ മാങ്ങ അച്ചാറിടാൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ 1-2 മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിള്ളേരുടെ അലപ്പ് കേൾക്കുന്നതെല്ലാം അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള കൊച്ചുങ്ങൾ കളിക്കുകയും അലക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. അവരെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്ക് എന്തായാലും വോയിസ് ഓവർ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ദേ നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല മണമാണ് കേട്ടോ ഈ താളിക്കുന്നതിൽ. അങ്ങനെ നമ്മൾ താളിച്ച് മാങ്ങാക്കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മുളക് പൊടി ഇടുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വീഡിയോയ്ക്ക് ഒരു ഭംഗിയാണ് നമുക്കിങ്ങനെ കളറായിട്ട് കിടക്കുന്നത്, അതുകൊണ്ടും കൂടെയാണ്. അല്ലെങ്കിൽ ഈ മുളക് ഇച്ചിരി താളിക്കുന്നതിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മീൻ വറുക്കാനുണ്ടായിരുന്നു, അതും കൂടെ വറുത്തെടുത്ത്. മീൻകറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം മീനും കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയാണ് കേട്ടോ. പിന്നെ അച്ചാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് നമ്മുടെ ചാനൽ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവരുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവർ ചെയ്യാൻ മറന്നു പോയിട്ടാണോ എന്നറിയത്തില്ല. എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെന്താ, കമൻസ് എന്താണെന്നുള്ളതും കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് നിർത്തുകയാണ് കേട്ടോ. നാളെ കാണാം. ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ടൻ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്നലെ എനിക്ക് മാവേലിയിലൊക്കെ പോകണമായിരുന്നു. പോയി വന്ന് ഇപ്പോൾ പനിയൊക്കെയാണ് കേട്ടോ. എനിക്കും പനിയാണ്, കൊച്ചിനും ചുമയും പനിയും ഒക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. സ്കൂളിലൊന്നും വിടുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റ. അസ്സലാമു അലൈക്കും.